സകല പ്രപഞ്ചത്തിന്റെയും സന്തുലിതാവസ്ഥയെത്തന്നെ തകിടം മറിച്ച സമുദ്രമഥനത്തിന്റെയും ഭഗവാൻ മഹാദേവന്റെ മഹാത്യാഗത്തിന്റെയും പൂർണ്ണചരിത്രം ആരംഭിക്കുന്നത് അമരാവതിയിലെ ഇന്ദ്രസഭയിൽ നിന്നാണ്. ഒരിക്കൽ സർവ്വചരാചരങ്ങളുടെയും അധിപനായ ദേവേന്ദ്രൻ തന്റെ ഐശ്വര്യത്തിന്റെ ഉച്ചസ്ഥായിൽ നിൽക്കുമ്പോൾ കോപിഷ്ഠനായ ദുർവാസാവ് മഹർഷി ഭക്തിപൂർവം ഭഗവാൻ വിഷ്ണുവിന്റെ പ്രസാദമായ അത്യപൂർവവും ദിവ്യവുമായ ഒരു പുഷ്പമാല ഇന്ദ്രന് സമ്മാനിക്കുകയുണ്ടായി. എന്നാൽ അഹങ്കാരത്താൽ മത്തനായ ഇന്ദ്രൻ ആ ദിവ്യമാലയുടെ മഹത്വം മനസ്സിലാക്കാതെ തന്റെ വാഹനമായ ഐരാവതം എന്ന വെള്ളാനയുടെ മസ്തകത്തിൽ വെച്ചുകൊടുത്തു. മാലയുടെ തീവ്രമായ സുഗന്ധത്താൽ ഈച്ചകൾ കൂട്ടത്തോടെ വറ്റിയപ്പോൾ കോപിഷ്ഠനായ ഐരാവതം ആ ദിവ്യമാല നിലത്തെറിഞ്ഞ് കാൽക്കീഴിലിട്ട് ചവിട്ടിയരച്ചു. തന്റെ പൂജ്യമായ പ്രസാദം നിലത്തിട്ടു അപമാനിക്കപ്പെട്ടത് കണ്ട് ക്രോധമടയ്ക്കാനാവാതെ ദുർവാസാവ് മഹർഷി ഇന്ദ്രനെയും സകല ദേവന്മാരെയും നോക്കി ഭയാനകമായൊരു ശാപം നൽകി. ഹേ മൂഢനായ ഇന്ദ്ര, അഹങ്കാരം കൊണ്ട് അന്ധനായ നീ എന്റെ പ്രസാദത്തെ തൃണവൽക്കരിച്ചു. അതിനാൽ നിന്റെയും സകല ദേവന്മാരുടെയും സകലവിധ ഐശ്വര്യങ്ങളും വീര്യവും തേജസ്സും പദവിയും ഇന്നുമുതൽ നശിച്ചുപോകട്ടെ. 3 ലോകങ്ങളും ലക്ഷ്മീദേവിയാൽ ഉപേക്ഷിക്കപ്പെട്ട് ശ്രീഹീനമായി തീരട്ടെ. മഹർഷിയുടെ ശാപവാക്കുകൾ അന്തരീക്ഷത്തിൽ മുഴങ്ങിയ നിമിഷം തന്നെ സ്വർഗലോകത്തിന്റെ ശോഭ മങ്ങി. ദേവന്മാർക്ക് അവരുടെ അപാരമായ ശക്തിയും തേജസ്സും നഷ്ടപ്പെട്ടു. വൃക്ഷങ്ങൾ ഉണങ്ങി, നദികൾ വറ്റി, ലോകമെമ്പാടും വർച്ചീഫിയും ദാരിദ്ര്യവും പടർന്നുപിടിച്ചു. ഈ അവസരം മുതലെടുത്ത് അസുരരാജാവായ ബലിചക്രവർത്തിയുടെ നേതൃത്വത്തിലുള്ള അസുരപ്പട സ്വർഗരാജ്യം ആക്രമിക്കുകയും ശക്തിഹീനരായ ദേവന്മാരെ എളുപ്പത്തിൽ തോൽപ്പിച്ച് സ്വർഗത്തിന്റെ അധിപന്മാരായി തീരുകയും ചെയ്തു. സിംഹാസനവും രാജ്യവും നഷ്ടപ്പെട്ട് ഭിക്ഷാടകരെപ്പോലെ അലഞ്ഞുതിരിഞ്ഞ ദേവന്മാർ ഒടുവിൽ ബ്രഹ്മാവിനെയും കൂട്ടി വൈകുണ്ഠത്തിൽ വിഷ്ണുഭഗവാന്റെ മുന്നിലെത്തി കണ്ണീരോടെ അഭയം പ്രാപിച്ചു. ദേവന്മാരുടെ സങ്കടം കേട്ട് മന്ദഹാസം തൂകിയ വിഷ്ണുഭഗവാൻ പറഞ്ഞു, ഇണ്ട് ദേവന്മാരെ, നിലവിൽ സമയവും കാലവും അസുരന്മാർക്ക് അനുകൂലമാണ്. അതിനാൽ ശക്തി കൊണ്ട് അവരെ തോൽപ്പിക്കാൻ ഇപ്പോൾ സാധിക്കില്ല. നിങ്ങൾ പാലാഴി അഥവാ ക്ഷീരസാഗരം മഥനം ചെയ്ത് അമൃത് കരസ്ഥമാക്കുക. അമൃത് പാനം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് അമരത്വവും നഷ്ടപ്പെട്ട ശക്തിയും തിരികെ ലഭിക്കും. എന്നാൽ ഈ ഭീമാകാരമായ ദൗത്യം ദേവന്മാർക്ക് മാത്രമായി പൂർത്തിയാക്കാൻ സാധിക്കാത്തതിനാൽ അസുരന്മാരുമായി താൽക്കാലികമായി സന്ധിയിലെത്തുക. അമൃതിന്റെ പങ്ക് നൽകാമെന്ന് അവരെ വിശ്വസിപ്പിച്ച് ഈ ഉദ്യമത്തിൽ പങ്കാളികളാക്കുക. ബാക്കി കാര്യങ്ങൾ ഞാൻ ഉചിതമായ സമയത്ത് നോക്കിക്കൊള്ളാം. വിഷ്ണുഭഗവാന്റെ ഉപദേശപ്രകാരം ഇന്ദ്രൻ അസുരരാജാവായ ബലിയെ സന്ദർശിച്ച് അമൃതിനായി പാലാഴി കടയാം എന്ന നിർദ്ദേശം മുന്നോട്ടുവച്ചു. അമരത്വം നേടാമെന്ന് മോഹത്താൽ അസുരന്മാരും ഈ കൂറ്റൻ ദൗത്യത്തിൽ പങ്കാളികളാകാൻ സമ്മതിച്ചു. തുടർന്ന് സമുദ്രമഥനത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു. സമുദ്രം കടയാനുള്ള മത്തായി പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ പർവ്വതങ്ങളിലൊന്നായ മന്ദരപർവ്വതത്തെയാണ് അവർ തിരഞ്ഞെടുത്തത്. എന്നാൽ ആ കൂറ്റൻ പർവ്വതം വേരോടെ പിഴുതെടുക്കാൻ ദേവാസുരന്മാർക്ക് സാധിച്ചില്ല. ഒടുവിൽ വിഷ്ണുഭഗവാന്റെ അനുഗ്രഹത്താൽ ഗരുഡൻ മന്ദരപർവ്വതത്തെ എടുത്ത് പാലാഴിയുടെ തീരത്തെത്തിച്ചു. മത്തുരുട്ടാനുള്ള കയറായി നാഗരാജാവായ വാസുകിയെ ക്ഷണിക്കുകയും അമൃതിന്റെ ഒരു വിഹിതം വാഗ്ദാനം ചെയ്ത് വാസുകിയെ സന്ദർഭത്തിന് അനുയോജ്യമായി സമ്മതിപ്പിക്കുകയും ചെയ്തു. വാസുകി സർപ്പത്തെ മന്ദരപർവ്വതത്തിനു ചുറ്റും വടമായി വരിഞ്ഞുമുറുക്കി. വിഷ്ണുഭഗവാന്റെ തന്ത്രപരമായ ഉപദേശത്താൽ അസുരന്മാർ വാസുകിയുടെ തലഭാഗത്തും ദേവന്മാർ വാലുഭാഗത്തും നിലയുറപ്പിച്ചു. 2 കൂട്ടരും ആഞ്ഞുവലിക്കാൻ തുടങ്ങിയതോടെ പ്രപഞ്ചചരിത്രത്തിലെ ഏറ്റവും മഹത്തായ സമുദ്രമഥനം ആരംഭിച്ചു. എന്നാൽ മഥനം തുടങ്ങി നിമിഷങ്ങൾക്കകം അടിത്തറയില്ലാത്തതിനാൽ ഭാരമേറിയ മന്ദരപർവ്വതം പാലാഴിയുടെ ആഴങ്ങളിലേക്ക് താണുപോയി. എല്ലാവരും നിരാശരായി സ്തബ്ധരായി നിന്നപ്പോൾ പ്രപഞ്ചരക്ഷകനായ വിഷ്ണുഭഗവാൻ ഭീമാകാരമായ കൂർമ്മം അഥവാ വലിയ ആമയുടെ അവതാരമെടുത്ത് സമുദ്രത്തിന്റെ അടിത്തട്ടിലേക്കിറങ്ങി തന്റെ വിശാലമായ പുറത്തോടിൽ മന്ദരപർവ്വതത്തെ ഉറപ്പിച്ചു നിർത്തി. പർവ്വതം ഉറച്ചതോടെ ദേവന്മാരും അസുരന്മാരും ഇരട്ടിശക്തിയോടെ വാസുകിയെ ഇരുവശത്തേക്കും മാറി മാറി വലിക്കാൻ തുടങ്ങി. ദിവസങ്ങളോളം ആഴ്ചകളോളം നീണ്ടുനിന്ന കഠിനമായ ഈ ഘർഷണം കാരണം വാസുകി സർപ്പം കടുത്ത വേദനയാൽ വലഞ്ഞു. വാസുകിയുടെ ശ്വാസകോശത്തിൽ നിന്ന് അത്യുഗ്രമായ തീപ്പൊരികളും വിശപ്പുകയും രൂക്ഷമായ ശ്വാസവായുവും ഉയർന്നുവന്ന് തലഭാഗത്തുണ്ടായിരുന്ന അസുരന്മാരെ പൊള്ളിക്കുകയും തളർത്തുകയും ചെയ്തു. എന്നാൽ അമൃതിനോടുള്ള ആഗ്രഹത്താൽ ആരും പിന്മാറിയില്ല. അങ്ങനെ സമുദ്രത്തിന്റെ ആഴങ്ങൾ ഇളകിമറിഞ്ഞപ്പോൾ പെട്ടെന്ന് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഭൂമി കുലുങ്ങുന്നതുപോലുള്ള ഭയാനകമായ ശബ്ദം മുഴങ്ങാൻ തുടങ്ങി. പാലാഴിയുടെ തെളിഞ്ഞ ജലം കറുത്ത് കരിനിറമായി മാറി. പ്രപഞ്ചത്തിലെ സകല ജീവജാലങ്ങളെയും നിമിഷനേരം കൊണ്ട് ദഹിപ്പിച്ച് ചാരമാക്കാൻ ശേഷിയുള്ള ഹലാഹലം എന്ന കാളകൂടവിഷം സമുദ്രത്തിൽ നിന്ന് ഉത്ഭവിക്കാൻ തുടങ്ങി.
അതിന്റെ ഭയാനകമായ ചൂടും അത്യുഗ്രമായ പുകയും 3 ലോകങ്ങളിലേക്കും പടർന്നുപിടിച്ചു. സൂര്യന്റെ പ്രകാശം മങ്ങി, ആകാശം കറുത്തു, സമുദ്രങ്ങൾ തിളച്ചുമറിഞ്ഞു, പർവ്വതങ്ങൾ ഉരുകാൻ തുടങ്ങി. ആ വിഷപ്പുക ശ്വസിച്ച് മിണ്ടാപ്രാണികളും മനുഷ്യരും ദേവന്മാരും അസുരന്മാരും ശ്വാസം മുട്ടി വീഴാൻ തുടങ്ങി. ബ്രഹ്മാവിനോ വിഷ്ണുവിനോ മറ്റ് ദേവകൾക്കോ ആ മഹാവിഷത്തിന്റെ വീര്യം തടയാനോ അതിൽ നിന്ന് പ്രപഞ്ചത്തെ രക്ഷിക്കാനോ സാധിച്ചില്ല. ലോകം മുഴുവൻ നശിക്കാൻ നിമിഷങ്ങൾ മാത്രം ബാക്കി നിൽക്കെ ഭയവിഹ്വലരായ സകല ജീവജാലങ്ങളും ദേവാസുരന്മാരും ജീവനും കൊണ്ടോടി കൈലാസത്തിലേക്ക് കുതിച്ചു. അവിടെ സർവ്വവും ഉപേക്ഷിച്ച് ശാന്തനായി പ്രപഞ്ചത്തിന്റെ സ്പന്ദനങ്ങൾ അനുഭവിച്ച് പരമാനന്ദത്തിൽ ധ്യാനനിരതനായിരിക്കുന്ന ഭഗവാൻ മഹാദേവന്റെ പാദങ്ങളിൽ അവർ അഭയം പ്രാപിച്ചു. കണ്ണീരോടെ അവർ നിലവിളിച്ചു, ഹേ മഹാദേവ, ഭോലെനാഥ, പ്രപഞ്ചത്തിന്റെ ഏകരക്ഷക! പാലാഴിയിൽ നിന്നുയർന്ന ഹലാഹല വിഷാഗ്നി 3 ലോകങ്ങളെയും ദഹിപ്പിക്കുകയാണ്. അങ്ങല്ലാതെ ഈ പ്രപഞ്ചത്തെ കാത്തുരക്ഷിക്കാൻ മറ്റാരുമില്ല. ഞങ്ങളെ ഈ മഹാവിപത്തിൽ നിന്ന് രക്ഷിക്കണമേ. സകല ജീവജാലങ്ങളുടെയും ആർത്തനാദം കേട്ട് ദയാലുവായ ഭഗവാൻ ശിവൻ കണ്ണു തുറന്നു. തന്റെ മുന്നിൽ ഭയന്നുവിറച്ച് നിസ്സഹായരായി നിൽക്കുന്ന ജീവികളെ കണ്ടപ്പോൾ അവിടുത്തെ ഹൃദയമലിഞ്ഞു. സകല സൃഷ്ടികളെയും രക്ഷിക്കാനായി ആ കാളകൂടവിഷം താൻ തന്നെ സ്വീകരിക്കാൻ പരമശിവൻ തീരുമാനിച്ചു. അവിടുന്ന് കൈലാസത്തിൽ നിന്നും പാലാഴിയുടെ തീരത്തേക്ക് എഴുന്നള്ളി. തിളച്ചുമറിയുന്ന കരിപുകയുന്ന ആ ഹലാഹല വിഷത്തെ അവിടുന്ന് തന്റെ കൈകളിൽ കോരിയെടുത്തു. പ്രപഞ്ചത്തിന്റെ മുഴുവൻ വിനാശത്തെയും തന്റെ ഉള്ളിലൊതുക്കാനെന്നോണം ആ വിഷം ഭഗവാൻ ഒറ്റവലിക്ക് കുടിക്കാൻ ആരംഭിച്ചു. ഇതുകണ്ട് ഭയന്നുവിറച്ച ജഗദംബികയായ പാർവതീദേവി വിഷം ഭഗവാന്റെ ഉദരത്തിലെത്തിയാൽ ഉദരത്തിലുള്ള സർവ്വചരാചരങ്ങളും നശിച്ചുപോകുമല്ലോ എന്നു ഭയന്ന് വേഗത്തിൽ മഹാദേവന്റെ കഴുത്ത് അമർത്തിപ്പിടിച്ചു. വിഷം പുറത്തേക്ക് തുപ്പിയാൽ ലോകം കരിഞ്ഞുപോകും, വയറ്റിലേക്കിറങ്ങിയാൽ പ്രപഞ്ചം തകരും. അതിനാൽ ഭഗവാൻ ശിവൻ ആ കാളകൂടവിഷത്തെ തന്റെ തൊണ്ടയിൽ തന്നെ തടഞ്ഞു നിർത്തി. ആ വിഷത്തിന്റെ അത്യുഗ്രമായ ശക്തിയും ചൂടും കാരണം മഹാദേവന്റെ കഴുത്ത് നീലനിറമായി മാറി. പ്രപഞ്ചത്തിന്റെ വിഷം മുഴുവൻ സ്വന്തം കഴുത്തിലൊതുക്കി ലോകത്തിന് അഭയം നൽകിയ ഭഗവാനെ അന്നുമുതൽ സകല ദേവന്മാരും ലോകവാസികളും നീലകണ്ഠൻ എന്ന് ഭക്തിയോടെ വിളിച്ചുവാഴ്ത്തി. എങ്കിലും ഹലാഹലത്തിന്റെ അത്യുഗ്രമായ ചൂട് ഭഗവാന്റെ ശരീരത്തെ ബാധിക്കുകയും അവിടുന്ന് അസ്വസ്ഥനാവുകയും ചെയ്തു. ഭഗവാന്റെ ശരീരത്തിലെ ആ ചൂട് ശമിപ്പിക്കുന്നതിനായി ചന്ദ്രൻ തന്റെ തണുത്ത അമൃതരശ്മികളുമായി ഭഗവാന്റെ ജടാജൂടത്തിൽ നിലയുറപ്പിച്ചു. സകല ദേവന്മാരും വിശുദ്ധ ഗംഗാജലവും പാലും കൊണ്ടുവന്ന് ഭഗവാന്റെ ശിരസിൽ നിർണായകമായി അഭിഷേകം ചെയ്തു. വിഷവീര്യത്താൽ ഭഗവാൻ ഉറങ്ങിപ്പോയാൽ വിഷം ശരീരത്തിലേക്ക് പടരുമെന്നതിനാൽ ദേവന്മാരും ഗന്ധർവന്മാരും അപ്സരസ്സുകളും രാത്രി മുഴുവൻ ശിവനാമങ്ങൾ ജപിച്ച് ആഹോരാത്രം നൃത്തസംഗീതങ്ങളോടെ ജാഗരണമിരുന്നു. ഈ വിശുദ്ധ രാത്രിയാണ് ഇന്നും നമ്മൾ മഹാശിവരാത്രിയായി അത്യന്തം ഭക്തിയോടെ ആഘോഷിക്കുന്നത്. മഹാദേവന്റെ ആത്മത്യാഗത്താൽ ലോകം സുരക്ഷിതമായതോടെ ദേവാസുരന്മാർ പുനരുജ്ജീവനത്തോടെ സമുദ്രമഥനം പുനരാരംഭിച്ചു. തുടർന്നുള്ള മഥനത്തിൽ സമുദ്രത്തിൽ നിന്നും അത്ഭുതകരമായ പല ദിവ്യവസ്തുക്കളും ഉയർന്നുവരാൻ തുടങ്ങി. ആദ്യം ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു നൽകുന്ന കാമധേനു എന്ന ദിവ്യപശു വന്നു. അതിനെ മഹർഷിമാർ യജ്ഞങ്ങൾക്കായി സ്വീകരിച്ചു. തുടർന്നു പറക്കുന്ന വെളുത്ത കുതിരയായ ഉച്ചൈശ്രവസും വെളുത്ത 8 കൊമ്പുകളുള്ള ഐരാവതം എന്ന ദിവ്യാനയും വന്നു. കുതിരയെ ബലിചക്രവർത്തിയും ആനയെ ദേവേന്ദ്രനും സ്വീകരിച്ചു. അതിനുശേഷം പ്രപഞ്ചത്തിലെ ഏറ്റവും ശോഭയുള്ള കൗസ്തുഭരത്നം ഉദയം ചെയ്തു. അത് ഭഗവാൻ വിഷ്ണു തന്റെ മാറിൽ ധരിച്ചു. തുടർന്ന് വാടാത്ത പൂക്കളുള്ള പാരിജാത വൃക്ഷവും അപ്സരസ്സുകളും മദ്യത്തിന്റെ ദേവിയായ വാരണിയും സമുദ്രത്തിൽ നിന്നും ഉയർന്നുവന്നു. അതിനുശേഷം സർവ്വ ഐശ്വര്യങ്ങളുടെയും സമ്പത്തിന്റെയും അധിപതിയായ ശ്രീമഹാലക്ഷ്മി താമരപ്പൂവിൽ എഴുന്നള്ളി വന്നു. സകല ദേവന്മാരും ദേവിയെ പൂജിച്ചെങ്കിലും ലക്ഷ്മീദേവി തന്റെ നാഥനായി ഭഗവാൻ വിഷ്ണുവിനെ തിരഞ്ഞെടുത്ത് അവിടുത്തെ മാറിൽ വൈജയന്തിമാല ചാർത്തി. ഒടുവിൽ പ്രപഞ്ചത്തിന്റെ ആയുർവേദ ആചാര്യനായ ധന്വന്തരി ഭഗവാൻ കയ്യിൽ പ്രകാശിക്കുന്ന ദിവ്യമായ അമൃതകുംഭവുമായി പാലാഴിയിൽ നിന്നുയർന്നുവന്നു. അമൃതകുംഭം കണ്ട മാത്രയിൽ അസുരന്മാർ ബലമായി അത് തട്ടിയെടുത്ത് ഓടിപ്പോയി. അസുരന്മാര് അമൃത് കുടിച്ചാൽ ലോകം മുഴുവൻ അസുരഭരണത്തിലാകുമെന്ന് ഭയന്ന വിഷ്ണുഭഗവാൻ അത്യപൂർവ സൗന്ദര്യമുള്ള മോഹിനി എന്ന സ്ത്രീരൂപം പൂണ്ടു. തന്റെ മായാസൗന്ദര്യത്താൽ അസുരന്മാരെ വശീകരിച്ച മോഹിനീദേവി അമൃത് താൻ എല്ലാവർക്കും വീതിച്ചു നൽകാം എന്നു പറഞ്ഞ് അമൃതകുംഭം കൈയിലാക്കി. അസുരന്മാരെ വഞ്ചിച്ചുകൊണ്ട് മോഹിനി അമൃത് മുഴുവൻ ദേവന്മാർക്ക് മാത്രം നൽകി. മഥനത്തിൽ പങ്കാളിയായ രാഹു എന്ന അസുരൻ വേഷം മാറി ദേവന്മാരുടെ ഇടയിൽ കയറി അമൃത് കുടിച്ചെങ്കിലും സൂര്യനും ചന്ദ്രനും അത് കാട്ടിക്കൊടുത്തതോടെ വിഷ്ണുഭഗവാൻ സുദർശനചക്രത്താൽ രാഹുവിന്റെ ശിരസ്സറുത്തു. അമൃത് തൊണ്ടയിലെത്തിയതിനാൽ ചിരഞ്ജീവിയായ രാഹുവിന്റെ ശിരസ്സും ഉടലും പിന്നീട് രാഹുകേതുക്കൾ എന്ന ഗ്രഹങ്ങളായി മാറി. അമൃത് പൂർണ്ണമായി പാനം ചെയ്തതോടെ ദേവന്മാർക്ക് അപാരമായ ബലവും
വീര്യവും ചിരഞ്ജീവിത്വവും ലഭിച്ചു. തുടർന്നുണ്ടായ മഹായുദ്ധത്തിൽ ദേവന്മാർ അസുരന്മാരെ ദൂരേക്ക് അടിച്ചോടിക്കുകയും സ്വർഗരാജ്യത്തിന്റെ ഭരണം പുനഃസ്ഥാപിച്ച് പ്രപഞ്ചത്തിൽ വീണ്ടും ധർമ്മവും ശാന്തിയും ഐശ്വര്യവും നിലനിർത്തുകയും ചെയ്തു. മനുഷ്യന്റെ മനസ്സെന്ന സമുദ്രത്തെ അറിവിനായി കടയുമ്പോൾ ആദ്യം പുറത്തുവരുന്നത് കാമക്രോധങ്ങളാകുന്ന വിഷമാണെന്നും അതിനെ ഈശ്വരഭക്തിയാകുന്ന ശാന്തതയോടെ തടഞ്ഞു നിർത്തിയാൽ മാത്രമേ ഒടുവിൽ ആത്മജ്ഞാനമാകുന്ന അമൃത് ലഭിക്കൂ എന്നുമുള്ള വലിയൊരു തത്വചിന്തയാണ് ഈ നീലകണ്ഠ മഹാദേവന്റെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.